പ്രശാന്തേട്ട, കഴിഞ്ഞ കുറേ നാളുകളായി പി വി അൻവറിനെ ഇന്നതാ CPM തള്ളിപ്പറഞ്ഞിരിക്കുന്നു. പുകഞ്ഞ കൊള്ളി പുറത്ത്. മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവറിനെതിരെ ആഞ്ഞടിക്കുന്നു. ഇന്ന് CPM ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് തയ്യാറാക്കി ഔദ്യോഗികമായി പറഞ്ഞിരിക്കുകയാണ്, പി വി അൻവറിൻ്റെ നിലപാടല്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് പാർട്ടിയും കൈയൊഴിഞ്ഞിരിക്കുകയാണ് അൻവറിന്. അൻവർ ഇനി എന്ത് ചെയ്യും? അൻവറിന്റെ ആ പണി നടത്തിക്കൊണ്ടിരിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അൻവറിന്റെ പണി എന്ന് പറഞ്ഞാൽ എങ്ങനെ ആരെങ്കിലും കുറ്റപ്പെടുത്തുക, ആരുടെയെങ്കിലുമൊക്കെ കുറ്റം പറയുക, നീ നടത്തിക്കൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് വെച്ചാൽ അത് നടത്തിക്കൊണ്ടിരിക്കാനേ മാർഗമുള്ളൂ. അൻവറിന്റെ മര്യാദയ്ക്ക് നടന്നായിരുന്നെങ്കിൽ അൻവർക്ക് അടുത്ത പ്രാവശ്യവും MLA ആവാൻ സാധിക്കുമായിരിക്കും. ജനങ്ങൾ വോട്ട് ചെയ്താലേ. കഴിഞ്ഞ 2 തവണയായിട്ട് അയാൾ MLA ആയിരുന്നു. കാരണം അൻവർ എന്ന് പറയുന്ന ആളിനെ, കാരണം സാധാരണ ഏത് ആൾക്കാരെയും ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ ഏത് ആൾക്കാരെയും ഉൾക്കൊണ്ടു പോകുന്ന, സഹിച്ചുകൊണ്ട് പോകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. നമ്മൾ ആ കാര്യത്തിൽ കോൺഗ്രസിനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരെ എന്തെല്ലാം പറഞ്ഞാലും, സോണിയാഗാന്ധിയെ മദാമ എന്ന് വിളിച്ചതും അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേൽ എന്ന് വിളിച്ച ആള് ഇപ്പോഴും കോൺഗ്രസിനകത്ത് ഉണ്ട്, ന്യായം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്, അറിയാമല്ലോ. അപ്പം അതാണ് കോൺഗ്രസിന്റെ. അതിനകത്തുനിന്ന് വെളിയിൽ വരണം എന്നുണ്ടെങ്കിൽ അൻവർ എത്ര അസഹനീയമാണ്, അല്ലെങ്കിൽ എത്രക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ഞാൻ കഴിഞ്ഞു. അൻവർ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി അല്ലെങ്കിൽ സ്വപ്നം കണ്ടതുപോലെ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളല്ല കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പറഞ്ഞത്. കൃത്യമായ ആലോചനയോടുകൂടി. പിന്നെ അയാൾക്ക് ആലോചിക്കാനുള്ള ശേഷിയില്ലെങ്കിൽ അയാളെ കൊണ്ടത് പറയിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു ബാക്കപ്പ് ഉണ്ട്. അതിനകത്ത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. കാരണം മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് മലപ്പുറത്തെ ചില ബിസിനസ് മേഖലകൾ, മലപ്പുറത്തെ വേറെ ചില ആൾക്കാരുടെ സ്വഭാവങ്ങൾ ഒക്കെ ഇൻഡയറക്റ്റ് ആയിട്ടും പറഞ്ഞു. അതുപോലെ തന്നെ ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ചില മാധ്യമങ്ങളുടെ കാര്യവും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി പ്രധാനമായിട്ടും പറഞ്ഞത്. സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് മലപ്പുറത്താണെന്നും അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് അൻവർ എന്നും പറഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്തിനെ വെള്ളപൂശുന്ന 2 ചാനലുകളുണ്ട്. ഒന്ന് മീഡിയ വൺ, മറ്റൊന്ന് ആ ചാനലിനെ വിളിച്ചു വരുത്തിയ പേര് ചോദിച്ചിട്ട് മുഖ്യമന്ത്രി അട്ടഹസിച്ചൊരു ചിരിയിരിക്കുന്നുണ്ട്. അപ്പം അതെ കണ്ടില്ലേ, നിങ്ങളേത് ചാനലാ? അപ്പൊ അതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനീ പറഞ്ഞത് അതുപോലെ തന്നെ ജയശങ്കർ വക്കീൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ ഇതൊക്കെ ജയശങ്കറും അൻവറും ജയശങ്കറിനെ മോശമാക്കി പറയുന്നതിന് മുമ്പേ ജയശങ്കർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ പുറകിൽ ഇയാളല്ല, ഇതിന്റെ പുറകിൽ ഒരു വിദേശ ലോബി തന്നെയുണ്ട്. വിദേശ ലോബി എന്ന് ജയശങ്കർ ഉദ്ദേശിച്ചത് വെളിയിൽ നിന്നുള്ള പൈസ മുടക്കുന്ന ആൾക്കാരാണ് മലപ്പുറത്തുള്ളത്, മനസ്സിലാവുന്നത്. ആ ലോബിക്ക് വേറെ ചില സ്വഭാവങ്ങളും ഉണ്ട്. ഇനി എന്തിനാ പറയാതിരിക്കുന്നത്? ഇസ്ലാമിസ്റ്റ് ലോബി തന്നെയാണ് അൻവറിന്റെ പുറകിൽ. അതിനകത്ത് വേറെ കാര്യമില്ല. അൻവറിന്റെ പുറകിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് കാര്യം അറിയാമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞപ്പോൾ കൊള്ളുന്നിടത്തെല്ലാം ചെന്ന് കൊണ്ടിട്ടുണ്ട്. ഒരമ്പ് ഇല്ല, പണ്ട് അർജുനൻ ഒരമ്പ് എഴുതുമ്പോൾ അവസാനം കൊള്ളുന്നിടത്ത് 1000 അമ്പ് എന്ന് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം. അതായത് അൻവർ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ അൻവർ എന്തിനു വേണ്ടി സംസാരിച്ചു? മുഖ്യമന്ത്രി 3 വട്ടം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പത്രസമ്മേളനം വിളിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാതെ ആ ഫോൺ പോലും എടുക്കാൻ തയ്യാറാവാതെയാണ് അയാൾ പത്രസമ്മേളനം നടത്തിയത്. പത്രസമ്മേളനം നടത്തുന്ന വയസ്സിനെ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ പോയ മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ എത്ര മണിക്കൂർ അയാൾ എൻ്റെ അടുത്തുണ്ടെന്നാണ് പറഞ്ഞത്? 1/2 മണിക്കൂർ. ഞാൻ 5 മിനിറ്റ് കൊണ്ട് അയാളെ അവിടുന്ന് പാക്കപ്പ് ചെയ്തു. അതായത് അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ഇനി ഇതിനകത്ത് വേണ്ട. അതുപോലെ തന്നെ വേറൊരു വാചകം പറഞ്ഞു, ഇയാൾക്ക് കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമല്ല ഉള്ളത്, കോൺഗ്രസിൽ നിന്ന് വന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് അറിയത്തില്ല. അതിനുശേഷം DYFI തള്ളിപ്പറയുന്നു, ഇന്നിപ്പോൾ CPM തള്ളിപ്പറയുന്നു. അതായത് ഒരു ഇസ്ലാമിസ്റ്റ് ലോബിയാണ് അൻവറിന്റെ പുറകിൽ പ്രവർത്തിച്ചത്. അത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. അൻവറിനെ ഒരുപക്ഷെ പാർട്ടിക്കകത്ത് എടുത്തതും ജലീലിനെ ഒരുപക്ഷെ പാർട്ടിക്കകത്ത് എടുത്തതും മലപ്പുറം ജില്ലയിൽ നിന്ന് വ്യക്തമായ ഒരു സ്വാധീനം മുസ്ലിങ്ങളിൽ കൂടി പാർട്ടിക്കകത്ത് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും. അത് ഒരുപക്ഷെ CPM-നകത്ത് നമുക്കിപ്പോൾ നേരാമണ്ണം തന്നെ ചിന്തിക്കാം. CPM-നകത്ത് ആ രീതിയിൽ പാർട്ടിക്കകത്ത് സ്വാധീനമുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ, ഈ അൻവറിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഈ
എറണാകുളം ഡി സി പ്രസിഡന്റ് പറഞ്ഞു തന്തേം തള്ളയെ ഓർത്ത് അവനെയൊന്നും പറയാൻ തോന്നുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം പുള്ളി പറഞ്ഞത്. തന്തേം തള്ളയും കോൺഗ്രസ്സുകാരാ, മനസ്സിലായില്ലേ? അപ്പൊ ആ സ്വഭാവമൊക്കെ വെച്ചിട്ട് ഇവനെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാണ്, ഇവന്റെ കാല് വെട്ടിയെടുത്ത് കളയേണ്ടതാണെന്നാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് കുറെ അല്ലെങ്കിൽ മുസ്ലിം സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ പാർട്ടിക്കകത്ത് മുസ്ലിങ്ങളുടെ ഒരു കടന്നുകയറ്റം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ പാർട്ടിക്ക് കൊണ്ട് ഗുണം ഉണ്ടാവട്ടെ എന്നൊക്കെ കണ്ടാണ് ഒരുപക്ഷെ ജലീലിനെയും ഈ അൻവറിനെയും ഒക്കെ പാർട്ടിക്കകത്ത് പാർട്ടിയുടെ സീറ്റ് കൊടുത്ത് ജയിക്കാൻ കഴിയുന്നിടത്ത് ജയിക്കട്ടെ. അതിനകത്ത് രണ്ട് അടവ് നയമുണ്ട്. ഒന്ന്, അവിടെ പാർട്ടിയുടെ സീറ്റിൽ മത്സരിച്ചാൽ ജയിക്കത്തില്ല. അപ്പോൾ പാർട്ടി സ്വതന്ത്രമായിട്ട് നിർത്തിയിട്ട് അവർക്ക് കോൺഗ്രസിനകത്തുള്ള കുറച്ചൊക്കെ സ്വാധീനം, കോൺഗ്രസിനകത്ത് നിന്നപ്പോഴുള്ള സ്വാധീനവും പിന്നെ പാർട്ടി വോട്ടുകളും കൂടെ വരുമ്പോൾ അങ്ങനെ ജയിക്കും. അങ്ങനെയാണ് അൻവർ അവിടെ ജയിച്ചു വന്നത്. പാർട്ടിയുടെ പൂർണ്ണമായ സപ്പോർട്ടുണ്ട്. ജലീലിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ സംഭവിച്ചു. ജലീലിനെയും ഈ പറഞ്ഞതുപോലെ ആ പാർട്ടിക്കകത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ചില പുള്ളിയുടെ തത്വങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ മത സംബന്ധമായിട്ട് സിമിയാണല്ലോ, അപ്പോൾ ആ രീതിയിലുള്ള തത്വങ്ങൾ മതേതര സംവിധാനത്തോടു കൂടി പോകുന്ന ഒരു പാർട്ടിയെ ആയിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പുറത്താക്കിയതാണ്. അപ്പം ജലീലിൻ്റെ ഒരു ലൈനിലേക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ജലീലെ ഒക്കെ നയിക്കുന്ന ഒരു ലൈനിലേക്ക്, അത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു ലൈനിലേക്ക്, അത്തരത്തിലുള്ള ആൾക്കാരുടെ ബിസിനസ്സിലേക്കൊക്കെ ഇത് ഇയാൾ സംസാരിക്കുകയും അവർക്ക് വേണ്ടി ഭാഗമാവുകയൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ കണ്ടില്ലേ, ഇതിന് ശേഷമാണല്ലോ റിപ്പോർട്ടർ അവർക്കെതിരെ കേസെടുത്ത 2-3 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വ്യാജ ആരോപണമായിട്ട് വന്ന ഒരു ദിവസം കൊണ്ട് ആരോപണം. ഒരു DSPയും ഒരു CAയും ഒരു SP ഒക്കെ ഒരു പെണ്ണെ മാനഭംഗപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് വ്യാജ ആരോപണം. അപ്പം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പ്രസ്താവന ഇറക്കുന്നു, അതിന്റെ പുറകിൽ ഈ പോലീസെല്ലാം മോശമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഒരു വാർത്ത ഉണ്ടാക്കുന്നു. ആ വാർത്തയുടെ പുറകിൽ ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നു, അത് ശരിയല്ലെന്ന് തെളിയുന്നു. അപ്പം ഈ വ്യാജ വാർത്ത അൻവറിന് അന്നു തൊട്ട് അൻവർ പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്ന അത്രയും സമയം എടുത്ത് പല ക്ലിപ്പിംഗ്സ് ആക്കി എടുത്ത് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനലായിരുന്നു റിപ്പോർട്ടർ ചാനൽ. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലായിരുന്നു മീഡിയ വൺ. ഇവർക്ക് എന്താണ് ഇത്ര താല്പര്യം? ബാക്കിയുള്ള മാധ്യമങ്ങൾക്കില്ലാത്തൊരു താല്പര്യം അൻവർ മുസ്ലിം ലീഗ് അല്ലല്ലോ, ജമാഅത്ത് ഇസ്ലാമിലല്ലോ മീഡിയ വണ്ണുകാരൻ താല്പര്യം എടുക്കുന്നതിന് വേണ്ടി. റിപ്പോർട്ടർ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു ചാനലായിരിക്കുമല്ലോ, ആ ചാനലിൽ എന്താണ് ഇത്ര താല്പര്യം? അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയോ ഒരു ഗൂഢമായ നീക്കം. ആ ഗൂഢമായ നീക്കത്തിന്റെ പുറകിൽ ആരാണ്? അതാണ് ഇന്നലെ സംസാരിച്ചത്. സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ തന്നെ പണം, ഈ ഹവാല പണം ഏറ്റവും കൂടുതൽ പിടിക്കുമ്പോൾ അതിന്റെ ഒരു 80% റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മലപ്പുറത്ത് നിന്നാണ്. ഇവർക്കൊക്കെ വേണ്ടിയാണോ അൻവർ സംസാരിക്കുന്നതെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. എല്ലാവരും പറഞ്ഞല്ലോ മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുകയാണ്, മുഖ്യമന്ത്രി വേറെ ചില താല്പര്യങ്ങൾക്കനുസരിച്ചിരിക്കുകയാണെന്ന് പറയും. ഇന്നലെ മുഖ്യമന്ത്രി വന്ന് മാധ്യമപ്രവർത്തകരെടുത്ത് നമ്മളീ പറയുന്ന 10 കൊല്ലം തികയാൻ പോവാ, രണ്ടാമത്തെ മന്ത്രിസഭ ഏതാണ്ട് 1.5 കൊല്ലം കഴിയുമ്പോൾ 10 കൊല്ലത്തിലേക്ക് ഇത്രയും സന്തോഷവാനായിട്ട്, ഇത്രയും മിടുക്കനായിട്ട് പറയുന്ന അത്രയും സമയം മാധ്യമങ്ങളുടെ ചോദ്യം ചോദിച്ച് മറുപടി പോകുന്ന ഒരു മുഖ്യമന്ത്രി ഇത്രയും നേരം പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം പരിശോധിച്ചാൽ മാധ്യമങ്ങളെടുത്ത് അദ്ദേഹത്തിന് മാധ്യമങ്ങളെ ഇഷ്ടമല്ല. കാരണം മാധ്യമങ്ങളെ ഇഷ്ടമല്ലാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മാധ്യമങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. ഇതുകൊണ്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ വളർച്ചയുടെയൊക്കെ പുറകിൽ എന്നും മാധ്യമം അദ്ദേഹം ഉദ്രവിക്കാൻ എന്നിട്ട് ഇന്നും മാധ്യമം അങ്ങനെ. അതുകൊണ്ട് മാധ്യമത്തിന്റെ ഒരു ആനുകൂല്യം പിടിച്ചു പറ്റി പോകാൻ താല്പര്യപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയല്ല. അതുകൊണ്ടാണ് പല ആരോപണങ്ങൾ വരുമ്പോഴും തളരാതെ പിടിച്ചു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി. നമ്മൾ എന്ത് പറയുമ്പോഴും മുഖ്യമന്ത്രി ആ രീതിയിൽ കാണുന്നത് അത് മൻജിയാറിയില്ല. അപ്പൊ അൻവറിന്റെ കാര്യം വന്നപ്പോൾ അതിനപ്പുറം കാര്യം പറയണമെങ്കിൽ ഈ അൻവർ പറയുന്ന കാര്യത്തിനകത്ത് ചില താല്പര്യങ്ങൾ ഉണ്ട് എന്ന് പൊതുജനത്തിൻ്റെ അടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ആരോപണങ്ങളെല്ലാം ഒരു പരിധിവരെ ശരിയാണെന്ന് വിചാരിക്കുകയും അതിന് കൂട്ടുപിടിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികൾ, CPM ഒക്കെ വരും. അൻവറിന്റെ ഇത്തരത്തെ ആരോപണങ്ങൾക്ക് കൂട്ടുപിടിക്കുന്ന ഒരു CPM-ഉം അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയൊക്കെ ആലോചിച്ച് നോക്കി. അൻവർ കള്ളക്കടത്തുകാരൻ്റെ കൂടെ ആണെങ്കിൽ അതിന് കൂട്ടുപിടിക്കുന്ന CPM-ആരെന്നും ഒന്ന് ആലോചിച്ച്, ഹവാല പണ ഇടപാടുകാരന് കൂട്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ കൂട്ടുപിടിക്കുന്ന ഒരു അൻവർ ആണെങ്കിൽ അതിന് താല്പര്യം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒക്കെ ഉണ്ടാവുമല്ലോ. ADGP-യുടെ കാര്യം പറഞ്ഞു. ADGP-യുടെ കാര്യത്തിനകത്ത് അന്വേഷിക്കാമെന്ന് പറഞ്ഞില്ലേ? ADGP-യുടെ കാര്യം അന്വേഷിക്കട്ടെ. ഈ പറഞ്ഞ ആരോപണങ്ങളൊന്നും ADGP-യുടെ പേരിൽ അന്വേഷിച്ച് ചെന്നപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇല്ലല്ലോ. ADGP മേടിച്ച വസ്തുവിന്റെ കാര്യം അയാൾ കൃത്യമായി കണക്ക് കൊടുത്തല്ലോ. ADGP വെക്കുന്ന വീടിന്റെ കാര്യത്തിന് കൃത്യമായിട്ട് കണക്ക് കൊടുത്തല്ലോ. അയാളെടുത്ത ലോണിന്റെ കാര്യത്തിനകത്ത് കൃത്യമായി കണക്ക് കൊടുത്തല്ലോ. പിന്നെ ഏതിന്റെ കാര്യത്തിലാണ് അൻവറിന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞു. അൻവറിന്റെ കയ്യിൽ എവിടെ തെളിവ്? എന്ത് തെളിവ്? ഇപ്പൊ അന്വേഷിക്കാൻ പോവാ. അൻവറിനെതിരെ ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കാൻ പോവാ. അൻവർ പറഞ്ഞ കാര്യത്തിനെതിരെ ഇന്ന് പറഞ്ഞിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കാൻ പോയി. ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ്. അൻവറിനെ പറ്റി അന്വേഷിക്കാൻ പോയി. ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ അൻവർ എന്തൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്? അൻവർ എങ്ങനെയാ ജോണിനെ ഫോൺ ചോർത്തുന്നത്? അൻവറിന് എങ്ങനെയാ ഫോൺ ചോർത്ത്? ജോണിന്റെ ഫോൺ ചോർത്താൻ അൻവറിന് അധികാരമുണ്ടോ? അൻവർ ഫോൺ ചോർത്തിയതിന് ശേഷം അത് ശരിയല്ല എന്ന് പറഞ്ഞ ഇവിടുത്തെ ഗവർണറെ ഉൾപ്പെടെ കളിയാക്കൂല്ലേ കളിച്ചത്?
ഫോൺ ചോർത്തുന്നത്, അല്ലെങ്കിൽ അത് ഞാൻ ചോർത്തിയിട്ടില്ല, അത് ചോർത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നാൽ ചോർത്തുന്നു. ഇയാൾ എങ്ങനെ ഫോൺ ചോർത്തുന്നത്? ഇയാൾക്ക് എങ്ങനെ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ രഹസ്യങ്ങൾ കിട്ടുന്നത്? ഇത് അന്വേഷിച്ചല്ലേ മതിയാവത്തുള്ളൂ. ഇയാൾക്ക് ആരാണ് ആഭ്യന്തര വകുപ്പിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തത്? അത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ വെളിയിൽ സമാന്തര സംവിധാനം ഉപയോഗിച്ച് ചോർത്തിയതാണോ? അതറിയണമല്ലോ. ഇദ്ദേഹം ഇവിടുത്തെ ഒരു യൂട്യൂബ് ചാനലുകാരൻ ഷാൻ സക്രിയയുടെ പേരിൽ ആരോപിച്ച ആരോപണം എന്താണ്? അയാൾ വയർലെസ് സന്ദേശം ചോർത്തിയെന്ന്. അയാളെ പറ്റി രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ആരോപണമായിട്ടെന്ന് വന്നത്. ആ ഷാജൻ സക്കറിയയുടെ പിറകിൽ ഇയാൾ ഉന്നയിച്ച ആരോപണം അതേ അർത്ഥത്തിൽ ഇയാൾ ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുകയല്ലേ, ഇയാൾ സമ്മതിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ? ഇയാൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ ചോർത്ത് വെളിയിൽ കൊടുക്കുമല്ലേ? അല്ലെങ്കിൽ അയാളുടെ ഉദ്യോഗസ്ഥനായിട്ട് ഭാര്യയെ വിളിക്കുന്നത്, ഭാര്യയുടെ മകളെ വിളിക്കുന്നത്, അല്ലെങ്കിൽ പരസ്പരമുള്ള ഇവിടുത്തെ ഇങ്ങനത്തെ ആഭ്യന്തര രഹസ്യങ്ങൾ ചോർത്തുന്ന ഒരു MLA ആർക്ക് വേണ്ടി ചോർത്തുന്നു? എന്തിനു വേണ്ടി ചോർത്തുന്നു? അല്ലെങ്കിൽ ഈ ഒരു കാര്യം അയാൾ മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചോർത്തിയ കാര്യം, അല്ലെങ്കിൽ ഇയാൾക്ക് രഹസ്യമായിട്ടിട്ട കാര്യം ഇയാൾ പരസ്യമായിട്ടാണോ പറയേണ്ടത്? അപ്പോൾ പരസ്യമായിട്ട് പറയുമ്പോൾ അതിനകത്ത് ഒരു ഉദ്യോഗസ്ഥനെ ചാരി ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനകത്ത് നടക്കുന്ന കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ വെളിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയല്ലേ ശ്രമിക്കുന്നത്? ഇയാളാണോ തീരുമാനിക്കുന്നത് പോലീസിന് സ്വർണ്ണം കള്ളക്കടത്ത് അന്വേഷിക്കാൻ വകുപ്പില്ലെന്ന്? ആരാ പറഞ്ഞ പോലീസിന് സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിക്കാൻ വകുപ്പില്ലെന്ന്? മാത്രമല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് പോലീസ് പിടിക്കുന്നതിന് അൻവറിന് എന്താണ് ഇത്ര അസുഖം? അൻവറിന് എന്ത് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പരിപാടിയുണ്ടോ? അൻവറിന് എന്ത് ഹവാല പരിപാടിയുണ്ടോ? പോലീസ് എന്ത് പിടിക്കണം? പോലീസ് എക്സൈസുകാർക്ക് കള്ളും കഞ്ചാവും പിടിക്കാനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലീസിന് പിടിക്കാൻ പറ്റത്തില്ലേ? പോലീസിന് പല മേഖലകളിലും കയറി ഇടപെടാനുള്ള അധികാരമുണ്ട്. അതിനാണ് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇടപെടുന്നത് കൊണ്ടും ആ സംവിധാനം കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ കൊണ്ടാണ് ഈ രാജ്യത്ത് ഒരു പരിധി വരെ രാജ്യത്ത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നതിനും ഈ രാജ്യത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്തി പോകുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊന്നുമല്ല, ADGP അല്ല പ്രശ്നം, സ്വർണ്ണക്കള്ളക്കടത്തല്ല പ്രശ്നം, ഇവിടുത്തെ ഹവാല പണമിടപാടല്ല പ്രശ്നം. ഇതൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള ആൾക്കാർക്ക് തടസ്സം വരുന്നതിന് വേറൊരു രീതിയിൽ അത് കുഴപ്പത്തിലാക്കി അതിന് ഒരു മറയിടുന്നതിനൊക്കെയാണ് ശ്രമിച്ചത്. ഇയാളൊരു വിരട്ടിയാൽ വിരളുന്ന ഒരു പിണറായി വിജയനും ഒരു CPM ഒക്കെ ആണെന്നോ, അല്ലെങ്കിൽ ഒരു DYF ഒക്കെ ആണെന്നോ? ഇയാൾ കോൺഗ്രസ് വിളിച്ചാൽ, അല്ലെങ്കിൽ BJP പോലുള്ള പാർട്ടി ചിലപ്പോൾ പറഞ്ഞാൽ എന്തെങ്കിലും കേൾക്കും. ഇയാളൊരു ഒറ്റയാനായിട്ട് നിൽക്കുന്ന ഒരാൾ വിരളുന്ന, അല്ലെങ്കിൽ കുണിക്ക് പക്ഷി കുണ്ടിയിട്ട് കുണുക്കുമ്പം ലോകം മൊത്തം കുലുങ്ങുമെന്ന് വിചാരിക്കുന്ന ഒരു അൻവറിന് തെറ്റിപ്പോയി. പിണറായി വിജയനെ ഇന്നലെ കുറച്ച് അൻവറിന് മനസ്സിലായി കാണും. വൃത്തിയായിട്ട് മനസ്സിലായാൽ രാത്രി കിടന്ന് മുള്ളു അൻവർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ അൻവർ എന്ന് പറയുന്ന ആള് കൃത്യമായ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുടെയും ഒരു ലോബിയുടെയും ഒക്കെ ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിനകത്ത് വന്നിട്ട് നടത്താൻ പറ്റുന്ന കാര്യങ്ങളൊന്നും നടത്താൻ പറ്റാതെ പോവുകയും അത് നടത്തുന്നതിന് വേണ്ടി വിദേശത്ത് പോവുകയും ഇതൊന്നും ഈ പാർട്ടിക്കകത്ത് നടത്താൻ പറ്റത്തില്ലെന്ന് കണ്ടപ്പോൾ ഈ പാർട്ടിയെ മോശമാക്കി പാർട്ടിക്കകത്തു നിന്ന് വെളിയിൽ പോകാം എന്നുള്ള ധാരണയോടുകൂടി നടത്തിയ പത്രസമ്മേളനമാണ് ഇപ്പോൾ അൻവർ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇന്നലെ അവസാനം മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞ്, ഗവർണർ ഒരു പരാതി തന്നിട്ടുണ്ട് കേട്ടോ പത്രക്കാരത്ത്, അതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. ആ പരാതി അന്വേഷിച്ചാൽ അൻവർ ഒരുപക്ഷെ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ വരെ കിടക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.